ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയത്തിലെ 45-ാം ദശകമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഭഗവാൻ മുട്ടുകുത്തുന്ന പ്രായം എത്തി. ആ മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾ ഭട്ടതിരി വർണ്ണിക്കുന്നത് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം വളരെ നയനാനന്ദകരമായ ഒരു കാഴ്ചയും അത് വായിക്കുന്നതിലൂടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. നോക്കൂ. ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈഃ കിമപി ഭവനഭാഗാൻ പൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജീരശിഞ്ചാശ്രവണ കുതുകഭാജൗ ചേരതു ചാരുവേഗാത്. ബലരാമനോട് കൂടിയ കണ്ണ്, രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണനും ബലരാമനും മുട്ടുകുത്തി നടക്കുന്ന പ്രായമായി. വീട്ടിലെല്ലായിടത്തും അവർ കൈകളും കാൽമുട്ടുകളും ഊന്നി ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. താമരപ്പൂ പോലെ മനോഹരങ്ങളായ കാലടികൾ, അതുപോലെ കാലുകൾ ചലിപ്പിക്കുമ്പോൾ കാൽത്തളകൾ കിലുങ്ങുന്ന ആ ശബ്ദം, അത് കേൾക്കാനുള്ള കൗതുകം കൊണ്ട് കാൽ ചലിപ്പിച്ച് കഴിയുന്നത്ര വേഗത്തിൽ കുട്ടികൾ ചലിക്കും. അങ്ങനെ രാമനും കൃഷ്ണനും മുട്ടുകുത്തി ഇഴഞ്ഞ് നടക്കാൻ തുടങ്ങി. അതീവ മനോഹരമായ നയനാനന്ദകരമായ കാഴ്ച വർണ്ണിക്കുന്നു. നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലവും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇഴഞ്ഞ് നടക്കുന്ന ആ പ്രായമെല്ലാം തന്നെ നമുക്ക് ഓർമ്മ വരും, അല്ലേ? ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈഃ കിമപി ഭവനഭാഗാൻ പൂഷയന്തോ ഭവന്തോ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീര ചിഞ്ചാശ്രവണ കുതുകഭാജൗ ചേരതു ചാരുവേഗാത്. രണ്ടാമത്തെ ശ്ലോകവും ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ഇഴഞ്ഞു നടക്കുന്ന ആ കാഴ്ചയെക്കുറിച്ചാണ് ഭട്ടതിരി വിവരിക്കുന്നത്. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപദാബ്ജദേശു ഭുജഗളിതകരാന്ത വ്യാലകങ്കണാംഗൗ മദീമഹരദം ഉച്ചൈഃ പശ്യതാം വിശ്വനൃണം. ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും കുഞ്ഞായിരിക്കുമ്പോഴുള്ള കളികൾ തുടർന്നും വർണ്ണിക്കുകയാണ് കവി. പുഞ്ചിരിച്ചു കൊണ്ടാണ് ഇരുവരും മുട്ടിലിഴയുന്നത്. ചിരിക്കുമ്പോൾ കിളിർത്ത് വരുന്ന കൊച്ചരി പല്ലുകൾ, അവയുടെ അഗ്രം പ്രകാശമാനമായി തെളിയുന്നുണ്ട്. തലമുടിയാണെങ്കിലോ ആ നടത്തത്തിനിടയിൽ, ഇഴയുന്നതിനിടയിൽ തലമുടി ചിതറി വീണ് മുഖത്താകെ പടർന്നു കിടക്കുകയാണ്, മുഖം മറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനോഹരങ്ങളായ താമരപ്പൂക്കൾ പോലെ ഉള്ളംകാലുകൾ കാണാം. ഉള്ളംകാലുകൾ മനോഹരങ്ങളായ താമരപ്പൂക്കൾ പോലെ ഇരിക്കുന്നു. കൈകളിൽ വളകളെ കണിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്ഥാനമൊക്കെ തെറ്റി ഊർന്ന് ഇറങ്ങി മണിക്കെട്ടിലെത്തി ഇരിക്കുകയാണ് ഇഴയുന്നതിൻ്റെ ആ വേഗതയിൽ. ഇവരുടെ ഈ മുട്ടുകുത്തിയുള്ള ഇഴഞ്ഞു നടപ്പ് എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം ആനന്ദിപ്പിച്ചു. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപദാബ്ജദേശു ഭുജഗളിതകരാന്ത വ്യാളകങ്കണാംഗൗ
മതിമഹരതമുച്ചേ പശ്യതാം വിശ്വനൃണാം. മൂന്നാമത്തെ ശ്ലോകം നോക്കൂ. അനുസരതി ജനൗകേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടീ കിമീവന വിദധാതേ കൗതുകം വാസുദേവ. രാമകൃഷ്ണന്മാർ നടക്കുന്ന പ്രായമായി. അപ്പോൾ മുട്ടുകുത്തലൊക്കെ കഴിഞ്ഞപ്പോൾ നടക്കാറായി കുട്ടികൾ. അവരുടെ കളി കാണാൻ ആളുകൾ പിന്നാലെ ചെല്ലും. ഈ കുട്ടികളെല്ലാം ചെറിയ ഓരോ അടി വെച്ച് നടക്കുമ്പോൾ അത് കാണാൻ വളരെ സന്തോഷമാണ് ഗോകുലവാസികൾക്ക്. അവരെല്ലാം ഈ കുട്ടികളുടെ പിന്നാലെ ചെല്ലും. അപ്പോൾ അവർ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചോടും. ഇവർ പിന്നാലെ വരണമെന്ന് കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? കുതിച്ചോടും, എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചുകൊണ്ട്. കുറേ ഓടിയിട്ട് താമരപ്പൂ പോലെ മനോഹരമായ മുഖം തിരിച്ച് അവരെ നോക്കും. ഞങ്ങൾ ഓടി, അവരെ മറികടന്ന് ഓടി എന്നുള്ള ഒരു ഭാവത്തിൽ കുറേ ദൂരം ഓടിയിട്ട് പിന്തിരിഞ്ഞ് നിന്ന് ആ താമരപ്പൂ പോലെ വളരെ മനോഹരമായ ആ മുഖം തിരിച്ച് പിന്നാലെ വരുന്നവരെയൊക്കെ നോക്കും. ഇങ്ങനെയുള്ള കളികൾ കണ്ടിരുന്ന ഗോപന്മാർ പറഞ്ഞറിയിക്കാനാകാത്ത ആനന്ദം അനുഭവിച്ചു. ഈ കളികൾ അവയെക്കുറിച്ച് വായിക്കുന്ന നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകുമെങ്കിൽ അത് നേരിട്ട് കണ്ട ഗോപന്മാരും ഗോപികമാരും ഒക്കെ തന്നെ എന്തുമാത്രം ആനന്ദിച്ചിരിക്കാം അല്ലേ? ഇതൊക്കെ കാണുന്നത് തന്നെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന, ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഭഗവാന്റെ കളികൾ. അനുസരതി ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടീ കിമിവന വിദധാതേ കൗതുകം വാസുദേവ. ഈ കളികളൊക്കെ കണ്ട് ആകാശത്ത് നിന്ന് മുനിമാരൊക്കെ നോക്കി പുഞ്ചിരിക്കുകയാണെന്നാ പറയുന്നത്. നോക്കൂ. ദ്രുതഗതിഷു പതന്താവുത്ഥിതൗ ലിപ്ത പങ്കൗ ദിവി മുനിഭിരപങ്കൈഃ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യം സാനുകമ്പം ഗൃഹീതൗ മുഹുരഭി പരിരബ്ധൗ യുവം ചുംബിതൗ ച. കുട്ടികള് വേഗത്തിൽ ഓടുകയാണ്. അപ്പം എന്തുണ്ടാവുക? ഇടയ്ക്ക് മറിഞ്ഞു വീഴും. അങ്ങനെ മറിയുമ്പോഴേ ചെളിയുള്ള സ്ഥലത്ത് വീഴുകയാണെങ്കിലോ ദേഹം മുഴുവനും ചെളിയാവും അല്ലേ? പെട്ടെന്ന് പിടഞ്ഞെഴുന്നേൽക്കും. കുട്ടികൾ വീണല്ലോ എന്ന് കണ്ട് അമ്മമാർ ഓടി വന്ന് അവരെ എടുക്കും. ദേഹം മുഴുവൻ ചെളി പുരണ്ട അവർ മാറോടണച്ച് കെട്ടിപ്പിടിച്ച് ചുംബിക്കും. ഭഗവാന്റെ ഈ കുട്ടിക്കളി കാണാൻ പങ്കഹീനന്മാരായ, അതായത് ചെളികളൊന്നും ഇല്ലാത്ത നിഷ്കളങ്കരായ എന്നർത്ഥം, മുനിമാർ ആകാശത്ത് നിന്ന് ഈ കുട്ടികളുടെ കളികൾ കണ്ട് പുഞ്ചിരിക്കുകയാണ്. ദ്രുതഗതിഷു പതന്താവുത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈഃ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യം സാനുകമ്പം ഗൃഹീതൗ മുഹുരഭി പരിരബ്ധൗ യുവാം ചുംബിതൗ ച. 45-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് പാരായണം ചെയ്യുന്നത്. സ്നുതകുജപരമംഗേ ധാരയന്തി ഭവന്തം
തരളമതി യശോദ സ്തന്യദാ ധന്യ ധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്രം ജഗർഷ. കളിക്കിടെ മറിഞ്ഞു വീണ ഭഗവാനെ കൃഷ്ണനെ വാരിയെടുത്ത് യശോദ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ അമ്മയായ യശോദയുടെ മാറിടം ചുരന്നു. ശിശുവിനെ മടിയിൽ കിടത്തി കുഞ്ഞിന് പാൽ കൊടുത്തു യശോദ. ധാരാളമായി ചുരന്നു വരുന്ന പാൽ കുടിച്ച് തെളിഞ്ഞ മുഖത്തോടെ കൃഷ്ണൻ അമ്മയെ നോക്കി, അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. കുഞ്ഞരിപ്പല്ലുകൾ കാട്ടിക്കൊണ്ട്, അല്ലേ, ചെറിയ അരിപ്പല്ലുകൾ വരുന്നുണ്ട്, അതും കാട്ടി ഭഗവാൻ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇത് കണ്ട് യശോദ എത്രമാത്രം ആനന്ദിച്ചിട്ടുണ്ടാവും. ധന്യകളിൽ വെച്ച് ധന്യയാണ് യശോദ എന്നാണ് കവി പറയുന്നത്. മഹായോഗികൾക്ക് പോലും സാക്ഷാത്കരിക്കാൻ കഴിയാത്തതാണല്ലോ ഈ കാഴ്ച, അല്ലയോ കപട വേഷധാരിയായ ഗുരുവായൂരപ്പ. അല്ലേ, തീർച്ചയായും സ്വന്തം മക്കള് പാല് കുടിക്കുന്ന പ്രായമാകുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഓരോ അമ്മയ്ക്കും ഉണ്ടായിരിക്കാം. അത് ഭഗവാൻ കൃഷ്ണന് ആണെങ്കിൽ ആ യശോദ അമ്മ എത്ര ധന്യായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സ്നുതകുജ പരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദ സ്തന്യദാ ധന്യ ധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുള ഹൃദ്യം വീക്ഷ്യ വക്രം ജഗർഷ. തദനുചരണചാരീ ധാരകൈ സാഗമാരാന്നിലയതദിഷു ഖേലൻ ബാലചാബല്യ ശാലി ഭവനശുഖവിലാളാൻ വത്സകാംശ്ചാനുദാമൻ കഥമഭികൃത ഹാസേർ ഗോപകേർ വാരിദോഭൂ. കളി തുടരുകയാണ് ഭഗവാന്റെ. അല്ലേ, മുട്ടിലെഴുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ചാബല്യമാണ്, ബാലചാബല്യങ്ങൾ. അപ്പോൾ കളികൾ വീട്ടിനകത്ത് മാത്രമല്ല, വീട്ടിന് പുറത്തുമായി മറ്റ് വീടുകളിലും ഒക്കെ കളിക്കാൻ പോകാൻ തുടങ്ങി. അവിടുത്തെ കുട്ടികളും കൂട്ടിനുണ്ട്. വീടുകളിൽ വളർത്തുന്ന തത്ത, പൂച്ച, കന്നുകുട്ടികൾ തുടങ്ങിയവയുമായും കളികൾ തുടങ്ങി. അവയുടെ പിന്നാലെ ഓടുക, അവയെ പിടിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കളികളൊക്കെ ആയി. ഇങ്ങനെ ഓടിക്കളിക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും നിയന്ത്രിക്കാൻ അവിടെയുള്ള ഗോപന്മാർക്ക് വളരെയേറെ പാടുപെടേണ്ടി വന്നു. കർശനമായി ചീത്ത പറയാനൊന്നും പറ്റൂല, കാരണം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കില്ലേ, പിന്നെ എങ്ങനെ ചീത്ത പറയും? എന്തായാലും അവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുട്ടികളെ ഓടാതെ വീഴാതെ തടഞ്ഞു എന്നാണ് പറയുന്നത്. തദനു ചരണചാരീ നരകൈ സാഗമാരാന്നിലയതദിഷു ഖേലൻ ബാല ചാപല്യശാലീ ഭവന സുഖവിലാളൻ വത്സകാംശ്ചാനുധാവൻ കഥമഭികൃതാസൈർ ഗോപകൈർ വാരിദോ. ഗോപികമാരുടെ മനസ്സ് ഭഗവാനിൽ ലയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് 45-ാമത്തെ ശ്ലോകത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ കാണാൻ കഴിയുക. ഹലധര സഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിത നേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വിഗളിത ഗൃഹകൃത്യ വിസ്മൃതാപത്യ ഭൃത്യ മുരഹര മുഹുരത്യന്താകുല
നിത്യമാസൻ. അയൽ വീടുകളിലും ഒക്കെ കളിക്കാൻ പോകാൻ തുടങ്ങി കൃഷ്ണനും ബലരാമനും അല്ലേ. അങ്ങനെ പോകുമ്പോൾ ആ വീടുകളിലെ വീട്ടമ്മമാരായ ഗോപസ്ത്രീകൾ ഈ കുട്ടികളെയും പ്രതീക്ഷിച്ചിരിപ്പായി. ഈ കുട്ടികൾ എപ്പോഴാണ് കളിക്കാൻ വരിക എന്നിങ്ങനെ ആലോചിച്ചിരിപ്പായി. ബലരാമനോടൊപ്പം കൃഷ്ണനും ഒരു വീട്ടിൽ ചെന്നെത്തിയാൽ അവിടെയുള്ള ഗോപസ്ത്രീകളുടെ അവസ്ഥ എന്താ? അവരെ കണ്ണുകൾ അവരുടെ നിയന്ത്രണത്തിന് വഴങ്ങാതെ വിവശമായി തീരും. ആ കണ്ണുകൾ ഭഗവാനിൽ തന്നെ തളർന്ന് ലയിച്ചു നിൽക്കും, തിരിച്ചെടുക്കാനാകാത്ത വിധം. അതായത് കുട്ടികളെ തന്നെ, കൃഷ്ണനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നും അവർക്ക്. അവശ്യം ചെയ്യേണ്ട ഗൃഹകൃത്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയാതെയാകും. അതൊന്നും കാണുന്നില്ല, ഈ ഭഗവാനെ തന്നെ നോക്കിയിരിക്കുകയാണ്. മക്കളെയും ഭൃത്യന്മാരെയും ഭർത്താവിനെയും ഒക്കെ തന്നെ അവർ മറക്കുന്നു. അതുപോലെ മനസ്സ് ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ച് അവർ അത്യന്തം പരവശരായി മാറുന്നു. ഇത് എന്നും ആവർത്തിക്കുന്ന ഒരു കാഴ്ചയായി തീർന്നു ഗോകുലത്തിൽ. ഹലധര സഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിത നേത്രാസ്തത്ര തത്രൈവ ഗോപ്യഃ വിഗളിത ഗൃഹകൃത്യാ വിസ്മൃതാവത്യ വൃത്യ മുരഹര മുകുരത്യന്താകുല നിത്യമാസൻ. എട്ടാമത്തെ ശ്ലോകം നോക്കൂ. പ്രതി നവനവനീതം ഗോപികാദത്തം ഇച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വജന നവവിപക്വം ദുഗ്ധമപ്യ അഭിവത്തും. എന്താ പറയുന്നത്? കപ്പട്ട ബാലഗോപാലനാണ് ഭഗവാൻ. എന്താ ചെയ്യാറിയോ? ഓരോ വീട്ടിലും പോകുമ്പോൾ ഗോപികമാര് പുതുവെണ്ണ നൽകും. അവിടെ ഈ ഗോകുലത്തില് ഗോക്കളൊക്കെയാണല്ലോ കൂടുതൽ. അവിടുത്തെ ഭക്ഷണം എനിക്ക് തോന്നുന്നു വെണ്ണയും പാലും ഒക്കെയാണ്. അപ്പോൾ ഇവർ രാവിലെ എണീറ്റ് പാല് കറന്ന് കൊണ്ടുവരും, പിന്നെ അതിനെ തൈരാക്കി രാവിലെ എണീറ്റ് വെണ്ണയൊക്കെ അല്ലേ, തൈര് കളഞ്ഞ് വെണ്ണ ഉണ്ടാക്കും. അങ്ങനെ ആ പുതുവെണ്ണ ഈ ഗോപികമാര് കണ്ണന് കൊടുക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യറിയോ, കണ്ണൻ മനോഹരങ്ങളായ പദങ്ങൾ പാടും, പാട്ടൊക്കെ പാടും. കൊഞ്ചിക്കൊഴഞ്ഞ് പാടുമ്പോൾ ഗോപികമാര് പുതുവെണ്ണ കൊടുക്കും, ചിലപ്പോൾ നൃത്തം വയ്ക്കും. അങ്ങനെ യുവതികൾ ദയോടുകൂടി കൊടുക്കുന്ന നെയ്യ് ഭക്ഷിക്കും, വെണ്ണ ഭക്ഷിക്കും. ചിലപ്പോൾ ആ നെയ്യ് തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്നു എന്ന് അഭിനയിക്കും. നെയ്യ് തിന്നിട്ട് തൊണ്ടയിൽ നിൽക്കുന്നു. അപ്പം എന്ത് വേണം? ഓ എന്നാ വേഗം കുറച്ച് പാല് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഗോപികമാര് ചൂട് പാല് കൊടുക്കും, അത് വാങ്ങി കുടിക്കും. അങ്ങനെ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഭക്തർ നൽകുന്ന എന്തും ഭക്ഷിക്കാൻ ഭഗവാന് മടിയില്ല. അത് നൽകുന്നതിന് ഭഗവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു ഗോപികമാരുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത്. പ്രതി നവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വജന നവവിപക്വം ദുഗ്ധമപ്യാവിവസ്ത്വം. അടുത്ത ശ്ലോകം 9ാമത്തെ ശ്ലോകമാണ്. മമ ഖലു ബലിഗേഹേ യാജനം ജാതമസ്താം ഇഹ പുനരബലാനാം അഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സന്ത്യജ്യ യാജ്ഞാം ദധീകൃതമകരസ്ത്വം ചാരുണ ചോരണേന. ഓ
ഗോപസ്ത്രീകളുടെ മുമ്പിൽ ആടിയും പാടിയും കപടനാട്യങ്ങൾ പ്രദർശിപ്പിച്ചും ഒക്കെ വെണ്ണയും പാലും നെയ്യും യാചിക്കുകയാണല്ലോ ഭഗവാന് പിന്നീട് തോന്നി ഈ ഗോപികമാരുടെ മുന്നിൽ തനിക്ക് യാചിക്കുന്നത് അത്ര ഒരു ശരിയല്ല, അല്ലെങ്കിൽ തനിക്ക് ഭൂഷണമല്ല എന്ന് ഭഗവാന് തോന്നിയിട്ട് ഭഗവാൻ വേറൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. പാലും വെണ്ണയും ഒന്നും വേണ്ടാന്ന് വെച്ചതല്ല, അത് നേടാനായിട്ട് യാചിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ചാരുവായി ചോരണം എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള മോഷണം തുടങ്ങി എന്ന് പറയുന്നത്. യാചന നിർത്തിയതിന് കാരണം എന്തെന്ന് കവി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നുവെച്ചാൽ താൻ യാചിച്ചിട്ടുണ്ട് എവിടെ? ശക്തനായ മഹാബലിയുടെ മുമ്പിൽ. അദ്ദേഹം വളരെ മഹാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ താൻ 3 അടി മണ്ണ് യാചിച്ചിട്ടുണ്ട് അല്ലേ, വാമനായിരിക്കുമ്പോൾ. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്ന് വെച്ച് ഇവിടെ ഈ പാലിനും എണ്ണയ്ക്കും നെയ്യിനും ഒക്കെ വേണ്ടി ഗോപസ്ത്രീകളുടെ മുമ്പിൽ താൻ യാചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്ന് തോന്നിയിട്ടാവണം ഭഗവാൻ പിന്നീട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ഇതൊക്കെ കിട്ടാനായിട്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ തുടങ്ങിയത് എന്ന് കവി പറയുകയാണ്. മമ ഖലു ബലിഗേഹേ യാചനം ജാതം ആസ്താം ഇഹ പുനരപലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സന്ത്യജ്ഞയാജ്ഞം ദധീകൃതമഹരസ്ത്വം ചരുണാ ചോരണേന. 45-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. തവ ദധീകൃതമോഷേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോകഃ ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സമമ ശമയരോഗാൻ വദഗേഹാതി നാഥ. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ മോഷണം നടന്നാൽ ആ വീട്ടുകാരുടെ അനുഭവം അല്ലെങ്കിൽ അവർക്ക് എന്താ തോന്നുക? ദുഃഖവും ദേഷ്യവും ഒക്കെ തോന്നുമല്ലേ? എന്നാൽ കണ്ണൻ വീടുകളിൽ നിന്ന് വെണ്ണയും തൈരും എല്ലാം മോഷ്ടിച്ചെന്ന് അറിഞ്ഞിട്ടും ഗോപികമാർക്ക് ഒരു ദേഷ്യവും ഉണ്ടായില്ല. അവരുടെ മുഖ്യ സമ്പാദ്യമാണ് ഈ വെണ്ണയും തൈരും ഒക്കെ തന്നെ, പാലും ഒക്കെ തന്നെ. എങ്കിൽ കൂടി അവർക്കൊരു ദേഷ്യം ഉണ്ടായില്ല. എന്തുകൊണ്ടെന്നല്ലേ? അവർക്ക് ഹൃദയമേ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ അവരുടെ ഹൃദയങ്ങളെ തന്നെ മോഷ്ടിച്ച് ആനന്ദസാഗരത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ മോഷ്ടിക്കുന്നത് ഒന്നും ഗോപസ്ത്രീകൾക്കൊരു കാര്യമേ അല്ല. അവർക്ക് നഷ്ടബോധമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഈ മോഷണവും അറിഞ്ഞ് ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിച്ച ഭഗവാനെ, ഭഗവാനെ എൻ്റെ ഈ വാതരോഗത്തെ ശമിപ്പിക്കണമേ ഭഗവാനെ. കൃഷ്ണ, നമ്മളുടെ എല്ലാം സങ്കടങ്ങളും അവിടുത്തെ ഈ കളികൾ കണ്ട് അതിൽ സന്തോഷം ഉണ്ടാകുമാറ് ഞങ്ങളുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കണമേ, ദുഃഖങ്ങൾ അകറ്റണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. തവ ദധികൃതപോഷേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ നവകാശം ന ശോകഃ ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സമമശമയ രോഗാൻ വദഗേഹാതി നാഥ. കൃഷ്ണ.